ഹലോ ഗായ്സ്, നോക്കൂ ഗായ്സ്, ഞാനിവിടെ പാചകം ചെയ്യുന്ന അടുക്കളയാണ് ഗായ്സ്. നോക്കൂ ഗായ്സ്, പാചകം ചെയ്യുന്ന അടുക്കളയാണ് ഗായ്സ്. ഇന്ന് ഞാൻ മീൻ വറുക്കാൻ പോവുകയാണ് ഗായ്സ്. മീൻ വറുക്കാൻ പഴയ മണ്ണെണ്ണ സ്റ്റവാണ് ഗായ്സ്. ഇപ്പോൾ ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. നോക്കൂ ഗായ്സ്, ഇതിൻ്റെ അത് ഡീസലാണ് ഗായ്സ്. പഴയ ചിമ്മിണിയുള്ള വീടാണ് ഗായ്സ്. ഈ അടുക്കളയാണ് ഗായ്സ്. നോക്കൂ ഗായ്സ്, ഞാൻ മീൻ വറുത്ത് വെട്ടിയിട്ട് കഴുകി റെഡിയാക്കി മുളകൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് ഗായ്സ്. വാഴയില വെച്ച് ചീനച്ചട്ടിക്കകത്ത് വാഴയില വെച്ചാണ് ഗായ്സ് ഞാൻ മീൻ വറുക്കാൻ പോകുന്നത്. വീടിൻ്റെ ഫ്രണ്ട് വശം വീഡിയോ, പുറവശം വീഡിയോ ഒക്കെ ഞാൻ രാവിലെ ഇടുന്നതായിരിക്കും ഗായ്സ്. അപ്പോൾ ഇത് ഒന്ന് കാണിക്കാൻ വേണ്ടി ഇപ്പോൾ വീഡിയോ പിടിച്ചതാണ് ഗായ്സ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് പണി തുടങ്ങാൻ പോകുന്നത് ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഞാൻ വരാം ഗായ്സ്. ഞാനിപ്പോൾ പൗസ് അടിക്കുവാണ് ഗായ്സ്. സ്റ്റവ് കത്തിക്കാൻ പോവുകയാണ് ഗായ്സ്. ആദ്യം നോക്കിക്കോ ഗായ്സ്, സ്റ്റവ് ഞാനിപ്പോൾ പണിയെടുത്താൻ പോവാണ് ഗായ്സ്. നോക്കൂ ഗായ്സ്, ഇത് ഗായ്സ് ഇത് പമ്പ് ചെയ്യുന്ന സാധനമാണ് ഗായ്സ്. ഇതേ പുറകോട്ട് വലിച്ചിട്ട് പമ്പ് ചെയ്യുന്നു ഗായ്സ്. ഇവിടെ പമ്പ് ചെയ്യുന്നു ഗായ്സ്. അടുത്തത് ഇതിൽ തിരിമരുന്ന് കൊടുക്കാൻ പോവുകയാണ് ഗായ്സ്. ലൈറ്റർ തപ്പുകയാണ് ഗായ്സ്. ഇവിടെ ലൈറ്റർ ഇരിപ്പുണ്ടായിരുന്നു ഗായ്സ്. ലൈറ്റർ കിട്ടി ഗായ്സ്. ഇതെല്ലാം തുറന്നു വിട്ടു ഗായ്സ്. മണ്ണെണ്ണ ഡീസൽ വന്നു ഗായ്സ്. താഴെ കൂടെ ഡീസൽ വന്നു ഗായ്സ്. ഇത് പണി കൊടുത്തു ഗായ്സ്. ഇതിൻ്റെ അകത്ത് നിറച്ച് ഡീസൽ വന്ന് ഇതിൻ്റെ അടിയിലത്തെ പാത്രത്തിൽ നിറച്ച് വന്ന് വീണു ഗായ്സ്. നോക്കൂ ഗായ്സ്, അടിയിലത്തെ പാത്രത്തിൽ മൊത്തം ഡീസൽ വന്ന് കിടപ്പുണ്ട് ഗായ്സ്. ഞാനിപ്പോൾ പണി കൊടുക്കാൻ പോവാണ് ഗായ്സ്. ഇത് നൈസിന് കുറച്ച് നേരത്തേക്ക് ഇത് ചൂടാകണം ഗായ്സ്. ഇതിൻ്റെ മേളിലത്തെ ബർണർ ചൂടാകണം ഗായ്സ്. ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് നേരത്തേക്ക് അത് ഇപ്പോൾ അടിയിൽ ഡീസൽ വന്ന് വീണ് നിൽക്കുവാണ് ഗായ്സ്. നോക്കൂ ഗായ്സ്, ഇപ്പോൾ ഡീസൽ വന്ന് വീണത് മൊത്തം തീ പിടിച്ച് അത് മൊത്തം കരിഞ്ഞു പോകണം ഗായ്സ്. അതിനുശേഷം ഞാനത് മുറുക്കിയിട്ടുണ്ട് ഗായ്സ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് ചൂടായി പതിയെ ഇത് മൂവാകാൻ തുടങ്ങും ഗായ്സ്. ഇത് നോക്കിക്കോളൂ ഗായ്സ്, ഇത് കാണൂ ഗായ്സ്, സ്റ്റവ് പിന്നാണ് ഗായ്സ്. ഈ സാധനം കണ്ടില്ല, ഇതിൻ്റെ ഫ്രണ്ട് വശമൊക്കെ വളഞ്ഞിരിക്കണം ഗായ്സ്. ഇതിൻ്റെ സെൻറ്ററിലൊരു ഹോളുണ്ട് ഗായ്സ്. അതിൽ കുത്തി കൊടുക്കണം ഗായ്സ്. ഗായ്സ്. ചൂടായിക്കൊണ്ടിരിക്കുന്നു ഗായ്സ്. ഇപ്പോൾ ചൂടായി ഒരു വിധം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നൈസിന് ഇതിൻ്റെ അകത്തൊന്ന് കുത്തി കൊടുക്കണം ഗായ്സ്. ഇപ്പോൾ നോക്കുക ഗായ്സ്, ചിലപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ അന്ന് ചീറ്റും ഗായ്സ്. മണ്ണെണ്ണ ആയിക്കോട്ടെ ഗായ്സ്. ഒന്ന് കുത്തി 2 കുത്തി ചെറുതായിട്ട് കരയുന്നുണ്ട് ഗായ്സ്. പമ്പ് ചെയ്യാൻ പോവാണ് ഗായ്സ്. ഇതില്ല ഗായ്സ്, കുറച്ച് കഴിയുമ്പോൾ മേളിലോട്ട് ബും ബും എന്ന് പറഞ്ഞ് വരുന്നു ഗായ്സ്. ഇടക്കിടക്ക് ഒരു വല്ലാത്തൊരു സൗണ്ട് വരുന്നുണ്ട് ഗായ്സ്. ചില സമയത്ത് കത്തും, ചില സമയത്ത് അതിൻ്റെ അകത്ത് കരട് വരുവാണെങ്കിൽ നിൽക്കും. കാണൂ ഗായ്സ്, അടുക്കളയാണ് ഗായ്സ്. ചിമ്മിനി അടുക്കളയാണ് ഗായ്സ്. ഞാൻ കഞ്ഞി വെക്കുന്നത് അതിൻ്റെ മേളിലിരിക്കുന്ന വിറകിലാണ് ഗായ്സ് കഞ്ഞി വെക്കുന്നത്. ഇപ്പോൾ ഒരുവിധം ആയിക്കൊണ്ടിരിക്കുന്നു ഗായ്സ്. ചട്ടി വെക്കാൻ പോവാണ് ഗായ്സ്. കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചില സമയത്ത് അത് നിന്ന് പോകും ഗായ്സ്.
ഈ ചാനലിൽ ഇത് കണക്ക് എങ്ങനെയാണെന്നറിയോ? 4000 സബ്സ്ക്രൈബേഴ്സ് വേണം. എൻ്റെ ചാനലിപ്പം കാണിച്ചു തന്നെ അഭിനെ. എൻ്റെ ഭാര്യയ്ക്ക് ഒരു ചാനലുണ്ട്, അടിച്ചു നോക്ക്. എന്താ അറിയോ? അമ്മോസ് 34K ആണ് സബ്സ്ക്രൈബേഴ്സ്. ഹലോ ഗായ്സ്, നോക്കൂ ഗായ്സ്, ഞാൻ ഇതിൻ്റെ അകത്ത് ഇല വെച്ചു ഗായ്സ്. ഞാൻ മീനെടുത്ത് അതിൻ്റെ അകത്ത് വെച്ചു ഗായ്സ്. നൈസിന് ഗായ്സ് നോക്കൂ ഗായ്സ്, മീനെടുത്ത് ഇലക്കകത്ത് വെച്ചു ഗായ്സ്. കെട്ടി കൊണ്ട് കൈ ചെറുതായിട്ട് പൊള്ളി ഗായ്സ്. ഇത് കണ്ടില്ല ഗായ്സ്, ഇപ്പം ഒരു വല്ലാത്ത അവസ്ഥയിലാണ് തീ കത്തുന്ന ഗായ്സ്. അവിടെ ഇവിടെയൊക്കെ പടർന്നു പിടിച്ചിരിക്കുകയാണ് ഗായ്സ്. ചെയ്യാണ്ടേ ഗായ്സ്, ഇപ്പോൾ പടി തുടങ്ങും ഗായ്സ്. ഇടക്ക് മേലോട്ട് പൊക്കി വരുന്നുണ്ട് ഗായ്സ്. ഇതാണ് ഗായ്സ് ഇതിൻ്റെ പ്രശ്നം, മെയിൻ പ്രശ്നം. ഇടക്ക് പെട്ടെന്ന് കും എന്ന് പറഞ്ഞ് പോകും. അപ്പോഴത്തേക്കും മൊത്തം മണ്ണെണ്ണ ഡീസൽ ചവയായിരിക്കും ഗായ്സ് മീൻ. മിച്ചമുള്ള മുളക് മീൻ്റെ പുറത്ത് തേച്ച് കൊടുക്കണം ഗായ്സ്. തേച്ച് കൊടുക്കണം ഗായ്സ്. മിച്ചമുള്ളത് മീൻ്റെ അകത്ത് കുറേശ്ശൊക്കെ തേച്ച് കൊടുക്കും ഗായ്സ്. വീട്ടിൽ അമ്മ ചെയ്യുന്നത് കണ്ടു പഠിച്ചതാണ് ഗായ്സ്. അതിൽ വെട്ടം കുറവാണ് ഗായ്സ്. ഇവിടെ ബൾബ്, അകത്തൊരു ബൾബും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ വെട്ടം എടുക്കാൻ. ഇതിൻ്റെ അകത്ത് ഹലോ ഗായ്സ്, ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇതിൻ്റെ പുറത്തുകൂടെ ഇങ്ങനെ എണ്ണ ഒഴിക്കും ഗായ്സ്. ഗായ്സ് ഇതിൻ്റെ പുറത്തുകൂടെ ഇങ്ങനെ എണ്ണ ഒഴിക്കും ഗായ്സ്. അതായത് ഇപ്പോൾ ഇത് തിരിച്ചിടണം ഗായ്സ്. ഒരു മിനിറ്റ് ഗായ്സ്, എണ്ണയുടെ അടപ്പ് കെട്ട ഗായ്സ്. അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന ഗായ്സ് എണ്ണ മൊത്തം പോകും, മറിഞ്ഞു പോകും ഗായ്സ്. അടുത്ത ചട്ടകം എടുക്കുക ഗായ്സ്. നൈസിന് ചട്ടകം എടുക്കുക ഗായ്സ്. ചട്ടകം എടുക്കുക, തിരിച്ചിടണം ഗായ്സ്. ഇത് തിരിച്ചിടണം ഗായ്സ്. ഇത് തിരിച്ചിടുന്ന ടാസ്ക്കാണ് ഗായ്സ്. പൊളിഞ്ഞു ഗായ്സ്, പൊളിഞ്ഞു പോയി ഗായ്സ്. സക്സസ് ഗായ്സ്. എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട് ഗായ്സ്. എല്ലാം തിരിച്ചിട്ടുണ്ട് ഗായ്സ്. ഗായ്സ് ഇപ്പൊ നോക്കൂ ഗായ്സ്, പടർന്നു പിടിച്ചു ഗായ്സ്. നോക്കൂ ഗായ്സ്, ഇതാണ് ഞാൻ പറഞ്ഞ ഗായ്സ് ഈ സംഭവം ഗായ്സ്. ഇപ്പോൾ മൊത്തം ഡീസലിൻ്റെ ജോ വരും ഗായ്സ്. കുറച്ച് തുറന്നു വിടുവാണ് ഗായ്സ്. കുറച്ച് എയർ തുറന്നു വിടുവാണ് ഗായ്സ്. ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് ഗായ്സ്. ഇനി കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ഗൈസ്.
ഹായ് ഗായ്സ്, അത് കഴിഞ്ഞിട്ട് രണ്ടാമത് തിരിച്ചിട്ടിട്ടുണ്ട് ഗായ്സ്. ഇപ്പോൾ നോക്കിക്കോ ഗായ്സ്, കുറച്ച് ഗ്ലാമർ വെച്ചിട്ടുണ്ട് ഗായ്സ്. ഇപ്പോൾ കുറച്ച് ഗ്ലാമർ വെച്ചിട്ടുണ്ട് ഗായ്സ്. ഗായ്സ് കുറച്ച് ഗ്ലാമർ വെച്ചിട്ടുണ്ട് ഗായ്സ്. കുറച്ച് ഗ്ലാമർ വെച്ചിട്ടുണ്ട് ഗായ്സ്. ഗായ്സ് ഗ്ലാമർ കാണിക്കാം ഗായ്സ്. ഒരു മിനിറ്റ് ഗായ്സ്, കുറച്ചൊന്ന് വെട്ടത്തോട്ട് എടുത്തോട്ട് ഗായ്സ്. നോക്കൂ ഗായ്സ്, ഒരുവിധം ഗ്ലാമർ ആയിട്ടുണ്ട് ഗായ്സ്. അതിലൊരെണ്ണം അതിൻ്റെ മേൽഭാഗം പൊട്ടിപ്പോയി ഗായ്സ്. ഗായ്സ് ഇതേക്കും ഗായ്സ്, ഒരെണ്ണം മേളിലത്തെ ഒരു പീസ് ഒന്ന് ഇട്ടിട്ടുണ്ട് ഗായ്സ്. എണ്ണയ്ക്കകത്ത് അടിയിലൊന്നും പിടിച്ചിട്ടില്ല ഗായ്സ്. നോക്കൂ ഗായ്സ്, നല്ല സൂപ്പർ മണം വരുന്നുണ്ട് ഗായ്സ്. ഇപ്പോൾ കുഴപ്പമില്ലാതെ കത്തുന്നുണ്ട് ഗായ്സ്. അപ്പോൾ രാവിലെ ഞാൻ ഇതിൻ്റെ വീടിൻ്റെ വാതിൽ ഇവിടെ എടുക്കുന്നു ഗായ്സ്. അതല്ല ഗായ്സ്, എൻ്റെ മെയിനായിട്ട് ഈ വീഡിയോ പിടിക്കാൻ കാരണം എന്നെ ഇപ്പോൾ ഇവിടെ ഭക്ഷണം വെച്ച് കഴിക്കാൻ ഭക്ഷണത്തിന് വേണ്ടി പൈസ ചോദിച്ചെന്നും പറഞ്ഞാണ് ഗായ്സ് ഇപ്പോൾ ഇവരിന്ന് പൊക്കോളാൻ പറഞ്ഞിരുന്ന ഗായ്സ്. ഞാൻ 30-ാം തീയതി ഗായ്സ് ഞാനിവിടെ വന്നതാണ് ഗായ്സ്. ബാക്കിയൊക്കെ ഞാൻ ലൈവിൽ വരുന്നതായിരിക്കും ഗായ്സ്. നാളെ രാവിലെ ലൈവിൽ വരുന്നതായിരിക്കും ഗായ്സ്. സബ്സ്ക്രൈബേഴ്സ് 50 ആയി കഴിഞ്ഞാൽ നാളെ രാവിലെ ലൈവിൽ വരുന്നതായിരിക്കും ഗായ്സ്. ബാക്കിയുള്ള കാര്യം ഞാൻ ലൈവിൽ വരുമ്പോൾ പറയുന്നതായിരിക്കും ഗായ്സ്.